Hello everyone. Today we have the next theory of exchange rate determination, that is purchasing power parity theory. We have already learned one of the theory of exchange rate determination, that was mint parity theory. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് purchasing power parity theory എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. Here, as the name suggests, the exchange rate is determined on the basis of purchasing power of the currency. കറൻസിയുടെ പർച്ചേസിംഗ് പവറിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വി നോ ദ കറൻസീസ് ആർ യൂസ്ഡ് ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ദ വാല്യൂ ഓഫ് എ കറൻസി ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ് ബൈ ദി കറൻസി. ആ കറൻസി കൊണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, ആ കറൻസിയുടെ വാല്യൂവിനെ നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, എത്രത്തോളം ക്വാണ്ടിറ്റി ഗുഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കറൻസിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാം. സോ ഹിയർ ദ വാല്യൂ ഓഫ് മണി ഈസ് ഇറ്റ്സ് പർച്ചേസിംഗ് പവർ. അപ്പം മണി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പർച്ചേസിംഗ് പവർ ആണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്പ്രസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ ടേംസ് ഓഫ് ദെയർ പർച്ചേസിംഗ് പവർ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ തിയറി എന്താണെന്നുള്ളത് നോക്കാം. One of the earliest and simplest model of exchange rate determination. Okay, purchasing power parity എന്ന് പറയുന്നത് ഏർലിയസ്റ്റും സിംപ്ലസ്റ്റ് മോഡലും ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ ആണ്. കൂടാതെ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ഡേവിഡ് റിക്കാർഡോ ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ എക്കണോമിസ്റ്റ് ഗുസ്താവ് കാസൽ. Then purchasing power parity is an economic theory that compare different currencies through a basket of goods approach. Okay, basket of goods approachലൂടെയാണ് രണ്ട് കൺട്രിയുടെ കറൻസീസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതെങ്ങനെയാണ്, രണ്ട് കൺട്രീസിൻ്റെ കറൻസീസിനെ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് വെച്ച് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പർച്ചേസിങ് പവറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രാജ്യങ്ങളിലും ഈ പറയുന്ന ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്, അതൊക്കെ സെയിം ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പർച്ചേസിങ് പവർ കമ്പയർ ചെയ്തുകൊണ്ടാണ് കറൻസീസ് കമ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, according to this concept, two currencies are in equilibrium, known as the currencies being at par when a basket of goods is priced the same in both countries, taking into account the exchange rate. Okay, അതായത് രണ്ട് കറൻസീസ് ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ പാർ വാല്യൂലാണ് അല്ലെങ്കിൽ പാറിലാണ് എന്ന് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ഗുഡ്സ് എന്താണ്, സെയിം കൺട്രീസിൽ, രണ്ട് കൺട്രീസിലും സെയിം പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയെങ്കിൽ, അതായത് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ ആ ഒരു പോയിന്റ് ആണ്, അതായത് സെയിം ആവുന്ന ആ പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ആ പോയിന്റിലാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദ പർച്ചേസിംഗ് പവർ പാരിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് assumptions. Okay, first one is absolutely zero transportation cost. Then second one is no tariffs, quotas and other restriction. അതായത് മാർക്കറ്റ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, മറ്റ് ട്രേഡ് ബാരിയേഴ്സ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അസംഷൻ വെച്ചിട്ടാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ആ ഒരു കോൺസെപ്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, the basis of purchasing power parity is the law of one price. In the absence of transportation cost and other trade barriers for a particular good, then the price of that good should be same at every location. Okay, അപ്പോൾ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്നത് ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ലോ ഓഫ് വൺ പ്രൈസ്? ഈ പറയുന്ന സെയിം ഗുഡ്സിന്, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് ബാരിയേഴ്സോ ഇല്ല എങ്കിൽ സെയിം ഗുഡ്സിന് എല്ലാ ലൊക്കേഷനിലും ഒരേ പ്രൈസ് തന്നെയല്ലേ വേണ്ടത്? ആ ഒരു കോൺസെപ്റ്റാണ് എന്ത്, ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു കോൺസെപ്റ്റാണ് ലോ ഓഫ് വൺ പ്രൈസ്. നമുക്കറിയാം മാർക്കറ്റ് ഇംപെർഫെക്റ്റ് ആണ്. മാർക്കറ്റ് ഇംപെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് മാത്രമല്ലേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇൻഫ്ലുവൻസിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിൽ ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം മറ്റു കാരണങ്ങളുണ്ട്, നമുക്കത് വഴിയെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. The theory has been presented in two forms. First one absolute version and second one is relative version. Okay, അപ്പോൾ എന്താണ് absolute version എന്നുള്ളത് നോക്കാം. First one, absolute purchasing power parity. Under absolute purchasing power parity, the exchange rate between two countries will be identical to the ratio of the price level for those two countries.
രണ്ട് രാജ്യങ്ങളുടെ പ്രൈസ് ലെവലിൻ്റെ റേഷ്യോയാണ്, ശ്രദ്ധിക്കണം, രണ്ട് രാജ്യങ്ങളുടെ പ്രൈസ് ലെവൽസ് തമ്മിലുള്ള റേഷ്യോയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If 1 kilogram of wheat, 1 liter of mustard oil and 1 kilogram of rice can be bought for rupees 500 in India, and the same amount of above three quantities in the United States can be bought for $10, then it means the purchasing power of $10 is same that of rupees 500. ഈ പറയുന്ന 3 ക്വാണ്ടിറ്റീസും വീറ്റും മസ്റ്റാർഡ് ഓയിലും റൈസും 1 കിലോഗ്രാം വെച്ച് 500 രൂപയ്ക്കാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതേ ക്വാണ്ടിറ്റി, ഇതേ ഗുഡ്സ് തന്നെ നമുക്ക് US നിന്നും പർച്ചേസും ചെയ്യുമ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് $10 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പർച്ചേസിങ് പവർ എങ്ങനെയാണ്. $10 എന്ന് പറയുന്നത് ഇന്ത്യയിലെ 500 റുപ്പീസിന് ഈക്വൽ ആണ്. ഓക്കെ, $10 ഈസ് ഈക്വൽ ടു 500 rupees. That is $1 is equal to 50 rupees. അതായത് $1 കിട്ടണമെങ്കിൽ 50 രൂപയെങ്കിലും പേ ചെയ്യണം. അപ്പോൾ അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. ദ റേഷ്യോ ഓഫ് പ്രൈസ് ലെവൽസ് ഫോർ ദോസ് കൺട്രീസ്. ഓക്കെ, പ്രൈസ് ലെവൽസിൻ്റെ റേഷ്യോയാണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ച്. ഓക്കെ, the concept is derived from a basic idea known as law of one price. നമ്മൾ ഓൾറെഡി പറഞ്ഞു law of one price എന്താണെന്ന്. അപ്പോൾ law of one price എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്ന ആബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്ട്രിക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ law of one price. Absolute purchasing power parity is an economic concept that states that the purchasing power of citizens in different countries should be roughly the same. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ലോ ഓഫ് വൺ പ്രൈസ് അനുസരിച്ച് ട്രേഡ് ബാരിയേഴ്സും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡിഫറെൻറ്റ് കൺട്രീസിലെ സിറ്റിസൺസിൻ്റെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നതും റഫ്ലി സെയിം ആയിരിക്കണ്ടേ എന്നുള്ളതാണ് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി പറയുന്നത്. ഓക്കെ, so the absolute purchasing power parity theory predict that price level will be same across countries. Recall that the law of one price. The absolute purchasing power parity theory applies the same logic to all prices in the country. Okay, basically it predict that the cost of living across country should be the same. It is very clear to anyone who has visited a foreign country that absolute purchasing power parity does not hold. കാരണം മാർക്കറ്റ് ഈ പറയുന്നത് എപ്പോഴും ഇംപെർഫെക്റ്റ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അങ്ങനെ ഹോൾഡ് ചെയ്യാവുന്ന ഒരു തിയറി അല്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് തിയറി നോക്കാം. ഇനി നെക്സ്റ്റ് വേർഷനാണ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് എ ഡൈനാമിക് വേർഷൻ ഓഫ് ദ അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി. According to the relative purchasing power parity, the change in the exchange rate, okay, the change in the exchange rate over a period of time should be proportional. Okay, should be proportional to the relative change in the price level in the two countries over the same time period. റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൈസ് ലെവലിൻ്റെ ചേഞ്ചസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ. പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. കാരണം ഇൻഫ്ലേഷൻ കൊണ്ടും ഡിഫ്ലേഷൻ കൊണ്ടും മറ്റ് പല ഫാക്ടേഴ്സ് കൊണ്ടും പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചസിന് പ്രൊപ്പോർഷനേറ്റ് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, according to this theory, if one country has an inflation rate higher than that of another country, the country with the higher rates currency should depreciate to the level of other currency. നമ്മൾ ഡെയിലി കാണുന്നൊരു കാര്യമാണ് the one day appreciation of dollar against rupee reduces the value of rupee അല്ലേ. നമ്മുടെ റുപ്പിയുടെ വാല്യൂ എന്താണ്? ദിവസവും ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഈ പറയുന്ന US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്ന ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യുന്നു. അതായത് പ്രൈസ് ലെവൽ ചേഞ്ചസിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഏത് തിയറിയിൽ, ഏത് കോൺസെപ്റ്റിൽ കൺസിഡർ ചെയ്യുന്നു? റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നു. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓഫ് കറൻസി റെഡ്യൂസ് ചെയ്യുന്നതിന് കാരണമായുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതിനനുസരിച്ച്
ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ കറൻസി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു, എന്നാൽ ഓപ്പോസിറ്റ് കറൻസി എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ സപ്പോസ് 5% ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ഇന്ത്യയിൽ, ഓക്കെ, എന്നാൽ യു എസിൽ ഈ പറയുന്ന 2% ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിൽ US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു, എന്നാൽ നമ്മുടെ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ അപ്രീസിയേഷൻ ആണ് ഏതിനുള്ളത്, ഈ പറയുന്ന US ഡോളറിനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചസിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഏത് കോൺസെപ്റ്റ് അനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നത്, റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, നമ്മൾ അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ പറയുന്നത് പ്രൈസ് ലെവൽ റേഷ്യോസ് നോക്കുന്നുള്ളൂ, എന്നാൽ റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റിയിലാണെങ്കിലോ പ്രൈസ് ലെവൽ ചേഞ്ചസിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി ആണ് എക്സ്ചേഞ്ച് റേറ്റും ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, so the main differences between absolute and relative purchasing parity. In the absolute purchasing parity, there is an equalization of real price level across the countries. But in the relative, there is an equalization of real price changes across the countries. And in the absolute purchasing parity, doesn't consider the market imperfection. But in the relative, consider the market imperfections. Okay. In the absolute purchasing parity, okay, absolute purchasing parity indicates the exchange rate, okay, exchange rate between the Indian rupee and the dollar will be the ratio between the price level of US and the price level of India. So the exchange rate will be dollar divided by rupees is equal to എങ്ങനെയായിരിക്കും, the price level of US divided by price level of India. Okay, അതായത് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവറിൽ എങ്ങനെയാണ്, അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ലെവൽസ് തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന റിലേറ്റീവ് പർച്ചേസിംഗ് പാരിറ്റി ഇൻഡിക്കേറ്റ്സ് ഡെൽറ്റ dollar divided by rupee. Okay, delta indicates the change in the price level. Okay, is equal to എങ്ങനെ വരും, delta price level of US divided by price level of India. Okay, അപ്പോൾ എന്താണ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്രൈസ് ലെവൽസിൽ വരുന്ന ചേഞ്ച് ആണ്. ആ ചേഞ്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ലെവൽസിൽ വരുന്ന ചേഞ്ചസിന് പ്രൊപ്പോർഷനേറ്റ്ലി ആയിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് സിംപ്ലസ്റ്റും ഏറ്റവും ഏർലിയസ്റ്റ് മോഡലുമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. Let's summarize the purchasing power parity theory. It is a theory used to determine the exchange rate based on purchasing power of the currency. Then purchasing power parity is used to compare economic productivity and living standard between countries because market exchange rate is always change and quickly change. Okay. The theory argues that tradable goods are more closely aligned with the nominal exchange rate, while non-tradable goods and services are closer to purchasing power parity rate. There are significant limitations such as exclusion of other transactional costs, taxes, and barriers to trade, etc. ഓക്കെ, അപ്പോൾ ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത തിയറീസ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നെക്സ്റ്റ് തിയറി അധികം താമസിക്കാതെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.